Good morning students, welcome to a dream classroom. നമ്മൾ ഇന്ന് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡ് ബുക്കിലെ തേർഡ് യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി ബുക്ക് സെക്കൻഡ്, അതിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 3. എന്താണ് സ്ട്രക്ചറാലിസം? വാട്ട് ഈസ് മീൻ ബൈ സ്ട്രക്ചറാലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഘടനാവാദം എന്ന് പറയും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന, ആ ഘടനയെ ബേസ് ചെയ്തുകൊണ്ടുള്ള വാദത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഘടനാവാദം എന്ന് പറയുന്നത്. അപ്പം സ്ട്രക്ചറാലിസം എന്ന് പറയുമ്പോൾ ആ ഘടനയെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇവിടെയും ഒരുപാട് സോഷ്യോളജിസ്റ്റുകളിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ ഈ സ്ട്രക്ചറാലിസം, ഘടനാവാദം എന്ന ഈ ഒരു യൂണിറ്റിലെ ഈ ഘടനയെക്കുറിച്ച്, സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ അതിനെ സ്റ്റഡി നടത്തുന്നത് ആരാണ്? ക്ലൗഡ് ലെവി-സ്ട്രസ്. പേരെന്നെ എന്താണ്? ക്ലൗഡ് ലെവി-സ്ട്രസ്. ക്ലൗഡ് ലെവി-സ്ട്രസ് ആണ് സ്ട്രക്ചറാലിസം എന്ന തിയറിയെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ വ്യൂവിലൂടെ, കാഴ്ചപ്പാടിലൂടെ സ്ട്രക്ചറാലിസം എന്ന തിയറിയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ നമുക്കറിയാം, സ്ട്രക്ചറാലിസം എന്ന് പറയുമ്പോൾ, ഘടനാവാദം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഐഡിയോളജികളും ചിന്തകളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേജ് നമ്പർ, നിങ്ങളുടെ യൂണിറ്റ് 3 സ്ട്രക്ചറാലിസം പേജ് നമ്പർ ശ്രദ്ധിക്കുക, 32. ക്ലൗഡ് ലെവി-സ്ട്രസ് ആൻഡ് സ്ട്രക്ചറാലിസം പേജ് 32. അപ്പോൾ ആ 32ാം പേജിൽ വരുന്ന കാര്യങ്ങൾ മാത്രം മതി കേട്ടോ. അതിനെയാണ് ടീച്ചർ ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ ഈ ചാപ്റ്റർ കേക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് എന്ത് ചെയ്യണം? ഈ ഷോർട്ടായിട്ടുള്ള, കാരണം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവാം, വലിയ വലിയ പാരഗ്രാഫുകളാണ്, അത് മുഴുവനും ക്യാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് ടീച്ചർ ഷോർട്ടായി എഴുതിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായിട്ട് എഴുതിയെടുക്കുക, അതിനോടൊപ്പം തന്നെ ക്ലാസ് മനസ്സിലാക്കുക. അപ്പോൾ ശ്രദ്ധിക്കൂ മക്കളെ, ക്ലൗഡ് ലെവി-സ്ട്രസ് ആൻഡ് സ്ട്രക്ചറാലിസം. ക്ലൗഡ് ലെവി-സ്ട്രസ് വാസ് എ ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആൻഡ് ഫിലോസഫർ who developed structuralism in social anthropology. അതായത് ക്ലൗഡ് ലെവി-സ്ട്രസ് വാസ് എ ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ്, ഒരു ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് ലെവി-സ്ട്രസ് അദ്ദേഹം ഒരു ഫിലോസഫറാണ്. മാത്രമല്ല അദ്ദേഹമാണ് സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെ എന്ത് ഡെവലപ്പ് ചെയ്തത്? സ്ട്രക്ചറാലിസം ഡെവലപ്പ് ചെയ്തത്. ക്ലൗഡ് ലെവി-സ്ട്രസ് വാസ് എ ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ്, ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള ക്ലൗഡ് ലെവി-സ്ട്രസ് അദ്ദേഹം ഒരു ഫിലോസഫറാണ്. മാത്രമല്ല അദ്ദേഹമാണ് സോഷ്യൽ ആന്ത്രോപോളജി, സാമൂഹിക നരവംശാസ്ത്രത്തിലൂടെ സ്ട്രക്ചറാലിസത്തെ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഒരു സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെ സ്ട്രക്ചറാലിസത്തെ ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ക്ലൗഡ് ലെവി-സ്ട്രസ്. അപ്പോൾ അദ്ദേഹം ഫ്രഞ്ച് ആന്ത്രോപോളജിസ്റ്റ് ആണ്, ഫിലോസഫറാണ്, സോഷ്യൽ ആന്ത്രോപോളജിയിലൂടെ സ്ട്രക്ചറാലിസത്തെ ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ് ആര്? ക്ലൗഡ് ലെവി-സ്ട്രസ്. ഇനി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഹി വ്യൂവ്ഡ് സൊസൈറ്റി നോട്ട് ആസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് but as a system of relationship governed by underlying structures of the human mind. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഈ വ്യൂവ്ഡ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് സൊസൈറ്റി, സമൂഹം, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് സമൂഹത്തെ കാണാതെ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയ അടിസ്ഥാന ഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമായി സമൂഹത്തെ അദ്ദേഹം കണ്ടു. അപ്പൊ അദ്ദേഹം സമൂഹത്തെ എങ്ങനെയാണ് കണ്ടത് എന്നാ പറയുന്നത്? ഹി വ്യൂവ്ഡ് സൊസൈറ്റി നോട്ട് ആസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബട്ട് എ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് ഗവേൺഡ് ബൈ അണ്ടർലൈയിങ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം സമൂഹത്തെ എങ്ങനെയാണ് കണ്ടത് എന്നാ പറയുന്നത്? സമൂഹത്തെ അദ്ദേഹം ഏത് രീതിയിലാണ്
അദ്ദേഹത്തിന്റെ വീക്ഷണകോണിൽ വ്യക്തമാക്കിയത്? അതായത് വ്യക്തികളുടെ കൂട്ടമായ ഒരു സമൂഹത്തെ കാണാതെ, സൊസൈറ്റി നോട്ട് ഓഫ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. സൊസൈറ്റി നോട്ട് ഓഫ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യക്തികളുടെ കൂട്ടമായിട്ടുള്ള ഒരു സമൂഹത്തെ അദ്ദേഹം കാണാതെ, അങ്ങനെ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയ അടിസ്ഥാന ഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ ഒരു സംവിധാനമായിട്ടാണ് അദ്ദേഹം എന്തിനെ കണ്ടത്? സമൂഹത്തെ കണ്ടത്. അപ്പോൾ ഒരു വ്യക്തികളുടെ കൂട്ടമായ സമൂഹത്തെ കാണാതെ മനുഷ്യ മനസ്സിൽ അടിഞ്ഞുകൂടിയ അടിസ്ഥാന ഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ബന്ധങ്ങളുടെ സംവിധാനമായിട്ടാണ് അദ്ദേഹം ഏതിനെ കണ്ടത്? സമൂഹത്തെ അദ്ദേഹം വീക്ഷിച്ചത്. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ, സോഷ്യൽ ഫിനോമിന സച്ച് ആസ് കിൻഷിപ്പ്, മാരേജ്, myth and ritual are organized by deep unconscious structures rather than visible social relation. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ബന്ധുത്വം, വിവാഹം, അതായത് കിൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രക്തബന്ധം, മാരേജ് പറഞ്ഞാൽ വിവാഹം, അപ്പോ ബന്ധുത്വം, വിവാഹം, മിത്ത് പറഞ്ഞാൽ പുരാണങ്ങൾ, അതേപോലെ തന്നെ റിച്വൽ ആചാരങ്ങൾ എന്നിവ പോലുള്ള സാമൂഹ്യ പ്രതിഭാസങ്ങൾക്ക് പുറമേ കാണുന്ന ഘടനകളാലല്ല, മറിച്ച് ആഴത്തിലുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതായത് സമൂഹത്തെ എങ്ങനെ കാണണം? അത് ഡീപ്പായിട്ട് അൺകോൺഷ്യസ് സ്ട്രക്ചേഴ്സ് റാദർ ദാൻ വിസിബിൾ സോഷ്യൽ റിലേഷൻ. അതായത് സമൂഹത്തെ ആഴത്തിലുള്ള അവബോധം, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഘടനകളാൽ രൂപപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ മാരേജ്, മിത്ത്, കിൻഷിപ്പ്, മാരേജ്, മിത്ത്, റിച്വൽ, കിൻഷിപ്പ് പറഞ്ഞ ബന്ധുത്വം, അതേപോലെ തന്നെ വിവാഹം, പിന്നെ പുരാണങ്ങൾ, ആചാരങ്ങൾ എന്നിവ പോലുള്ള സാമൂഹിക പ്രതിഭാസങ്ങൾക്ക് പുറമേ സമൂഹത്തെ എങ്ങനെ കാണണമെന്ന് അദ്ദേഹം പറയുന്നത്? അൺകോൺഷ്യസ് ആയിട്ട്. അൺകോൺഷ്യസ് ആയിട്ട് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അവബോധ മനസ്സിലൂടെ സാമൂഹിക ബന്ധങ്ങളെ കാണണം എന്നാണ് ആര് പ്രസ്താവിച്ചത്? ക്ലൗഡ് ലെവി-സ്ട്രസ്. സമൂഹത്തെ വെറും എന്തായിട്ട് കാണണ്ടെന്നാ പറയണത്? കിൻഷിപ്പായിട്ടോ, മാരേജ് ആയിട്ടോ, മിത്തായിട്ടോ, റിച്വൽ ആയിട്ടോ സമൂഹത്തെ കാണുന്നതിന് പകരം ഡീപ്പായിട്ട്, വളരെ ഡീപ്പായിട്ട് അൺകോൺഷ്യസ് പറഞ്ഞാൽ എന്താ? അവബോധമായ ഘടനയാൽ സമൂഹം രൂപപ്പെടുന്നു, സാമൂഹിക ബന്ധങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് ആര് പ്രസ്താവിച്ചത്? സാമൂഹിക പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? അവബോധമായ ഡീപ്പായിട്ടുള്ള അൺകോൺഷ്യസ് സ്ട്രക്ചേഴ്സിലൂടെയാണ് സോഷ്യൽ ഫിനോമിന നിലനിൽക്കുന്നത് എന്ന് ആര് പ്രസ്താവിച്ചു? ക്ലൗഡ് ലെവി-സ്ട്രസ് പ്രസ്താവിച്ചു. അടുത്തതായിട്ട് എന്താ പറയുന്നത്? Levi-Strauss emphasized that the structures are logical and universal, rooted in the human mind. മാത്രല്ല അദ്ദേഹം പറയാണ്, ലെവി-സ്ട്രസ് എന്താണ് അവിടെ വ്യക്തമാക്കുന്നത്? ലെവി-സ്ട്രസ് എംഫസൈസ് ചെയ്യാൻ വ്യക്തമാക്കി. ലെവി-സ്ട്രസ് എംഫസൈസ്ഡ് പറഞ്ഞാല് ലെവി-സ്ട്രസ് അവിടെ വ്യക്തമാക്കി എന്ത്? that the structures are logical. ഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? ലോജിക്കലായിട്ടും യൂണിവേഴ്സൽ സാർവത്രികമായിട്ടും റൂട്ടഡ് ഇൻ ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യന്റെ ഹ്യൂമൻ മൈൻഡിലെ സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെയധികം ലോജിക്കലും യൂണിവേഴ്സൽ ആയിട്ടുള്ള റൂട്ടഡ് ആഴമേറിയ വേരൂന്നിയതാണ് എന്നാണ് ലെവി-സ്ട്രസ് എന്തിനെ പറയുന്നത്? സ്ട്രക്ചറിന്, ഘടനയെ പറയുന്നത്. ലെവി-സ്ട്രസ് emphasized that the structure are logical and universal, rooted in the human mind. Human mind പറഞ്ഞാൽ എന്താ? മനുഷ്യ മനസ്സുകളിൽ, മനുഷ്യന്റെ മനസ്സിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയണത്? ലോജിക്കലുമാണ്, യൂണിവേഴ്സൽ സാർവത്രികവും ലോജിക്കലുമായിട്ടുള്ള ഒരു അത്രയും വേരൂന്നിയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്നാണ് ആര് വ്യക്തമാക്കുന്നത്? ലെവി-സ്ട്രസ് എന്തിനെ കുറിച്ച് പറയുന്നത്? ഘടനയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ അദ്ദേഹം he was influenced by
linguistic structuralism, especially Ferdinand Saussure. He was influenced by linguistic structuralism, especially Ferdinand de Saussure, who argued that language is based on invisible rules known as unconsciously by speakers. അദ്ദേഹം പറയുകയാണ്, എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? ഫെർഡിനാൻഡ് ഡി സൂസോയിന്റെ ഭാഷാഘടനവാദത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് വലിയ സ്വാധീനം ലഭിച്ചത്. അപ്പോൾ ഘടനാവാദത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഭാഷാപരമായിട്ടുള്ള സ്ട്രക്ചറാലിസത്തെ കുറിച്ച് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ആരുടെ തിയറിയിലൂടെയാണ് എന്നാ പറയണത്? ഫെർഡിനാൻഡ് സ്യൂസറോ. FAUSSURE സ്യൂസറോ. ഫെർഡിനാൻഡ് സ്യൂസറയുടെ അതായത് ഫെർഡിനാൻഡ് സ്യൂസറോയുടെ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസം ആരെ സ്വാധീനിച്ചു? ഈ ലെവി സ്ട്രസ്സിനെ സ്വാധീനിച്ചു. അപ്പോൾ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസം, എക്സ്പെഷ്യലി ഫെർഡിനാൻഡ് ഡി സൂസറോ, who argued that language is based on invisible rule known as unconsciously by speakers. ഭാഷ സംസാരിക്കുന്നവർ അറിയാതെ തന്നെ പാലിക്കുന്ന അദൃശ്യ നിയമങ്ങളാണ് ഭാഷ പ്രവർത്തിക്കുന്നത് എന്ന സ്യൂസറോന്റെ ആശയം ലെവി-സ്ട്രോസിന്റെ സംസ്കാരത്തിലും പ്രയോഗിച്ചു. ഭാഷ സംസാരിക്കുമ്പോൾ തന്നെ അറിയാതെ നമ്മളിൽ പാലിക്കുന്ന അദൃശ്യ നിയമങ്ങൾ, അല്ലേ? നമ്മളുടെ ഭാഷ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അതിനൊരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ നമ്മൾ അവരെ വളരെ വിനയപൂർവ്വം അവരോട് കയറി ഇരിക്കാൻ പറയും. അത് നമ്മൾ അറിയാതെ ഉപയോഗിക്കുന്ന എന്താണ്, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ അത് വരും. അപ്പം അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ വരുന്ന ആ ഭാഷയുടെ ആതിഥ്യ മര്യാദയെ ആര് സ്വാധീനിച്ചു? നമ്മളുടെ ലെവി സ്ട്രസ് സ്വാധീനിച്ചു. ഈ ഭാഷാവാദം, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസം ആരുടെ തിയറിയാണ്? ഫെർഡിനാൻഡ് സൂസറെ. അപ്പൊ ഫെർഡിനാൻഡ് സൂസറയുടെ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസത്തെ ആര് ഇൻഫ്ലുവൻസ് ചെയ്തു? ലെവി സ്ട്രസ് ഇൻഫ്ലുവൻസ് ചെയ്തു. മാത്രമല്ല, ഭാഷ സംസാരിക്കുന്നവർ അറിയാതെ തന്നെ പാലിക്കുന്ന ആ അദൃശ്യ നിയമങ്ങളാണ് ഭാഷ പ്രവർത്തിക്കുന്നത് എന്ന ആ അദൃശ്യ നിയമങ്ങളിലൂടെയാണ് ഇൻവിസിബിൾ റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? അദൃശ്യമായ ആ നിയമങ്ങളിലൂടെയാണ് ഭാഷ പ്രവർത്തിക്കുന്നത് എന്ന സ്യൂസറയുടെ നിയമത്തെ ആര് സ്വാധീനിച്ചു? ലെവി സ്ട്രസ് സ്വാധീനിച്ചു. മാത്രല്ല, അദ്ദേഹം എന്ത് ചെയ്തു? സിമിലർലി പീപ്പിൾ ഫോളോ കൾച്ചറൽ റൂൾസ് വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി അവർ ഓഫ് ദം. മാത്രല്ല, അദ്ദേഹവും മറ്റ് എല്ലാവരെ പോലെ ആ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിലും ഏത് ആശയം ഉപയോഗിച്ചു എന്നാ പറയുന്നത്? ഈ ഫെർഡിനാൻഡ് സൂസറയുടെ ആശയം അദ്ദേഹവും ഫോളോ ചെയ്തു. മറ്റ് ആളുകൾ ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ ഫെർഡിനാൻഡ് സൂസറയുടെ ആശയം ആര് ഫോളോ ചെയ്തു? ലെവി സ്ട്രസ് ഫോളോ ചെയ്തു. ഇപ്പൊ ലെവി സ്ട്രസ് അദ്ദേഹത്തിന് പറയുന്നത്, ഘടനാവാദം എന്ന് പറയുന്നത് ഒരു ലോജിക്കലും യൂണിവേഴ്സൽ ആയിട്ടുള്ള, ഹ്യൂമൻ മൈൻഡിലുള്ള ലോജിക്കലായിട്ടും യൂണിവേഴ്സൽ ആയിട്ടുള്ള വേരൂന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം ആ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഈ ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറാലിസം ആര് വികസിപ്പിച്ചതാണ്? ഫെർഡിനാൻഡ് ഡി സോസറോ വികസിപ്പിച്ചതാണ്. ഇനി ഫെർഡിനാൻഡ് ഡി സോസറോ എന്താണ് പറയുന്നത്? ഭാഷ സംസാരിക്കുന്നവർ ഇൻവിസിബിൾ റൂള് പാലിക്കും, അദൃശ്യമായിട്ടുള്ള ചില നിയമങ്ങൾ പാലിക്കുമെന്ന് ആര് പറയാണ്? ഫെർഡിനാൻഡ് പറയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പീപ്പിൾസ് ഫോളോ ചെയ്യുന്നത് പോലെ തൻ്റെ സംസ്കാരത്തിലും അദ്ദേഹം ഈ ഒരു കാര്യം, ഈ കൾച്ചറൽ റൂൾസ് ഫോളോ ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ളത്. അടുത്തതാണ്, ഈ കീ കൺസെപ്റ്റ് ഇൻ ലെവി സ്ട്രസ് തിയറി ഈസ് ബൈനറി ഒപ്പോസിഷൻ. ലെവി സ്ട്രസിന്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ബൈനറി ഒപ്പോസിഷൻ. എന്താ ബൈനറി ഒപ്പോസിഷൻ എന്ന് പറഞ്ഞാല്? ദ്വന്ദ്വിരുദ്ധം. അതായത് രണ്ട് രീതിയിലുള്ള ആശയം. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് ആശയങ്ങൾ. അപ്പൊ കീ കൺസെപ്റ്റ് ഇൻ ലെവി സ്ട്രസ് തിയറി ഈസ് ബൈനറി ഒപ്പോസിഷൻ. അപ്പൊ
ലെവി സ്ട്രസ്സിന്റെ തിയറി 2 ആശയങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. എന്താണ്? ബൈനറി ഒപ്പോസിഷൻ. എന്തൊക്കെയാണത്? ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി ത്രൂ കോൺട്രാക്ട് സച്ച് ആസ് ലൈഫ്, ഡെത്ത്, ലൈറ്റ്, ഡാർക്ക്, നേച്ചർ, കൾച്ചർ. അതായത് അപ്പൊ ലെവി സ്ട്രസ്സിന്റെ പ്രധാന ആശയങ്ങളിൽ ഒന്നാണ് ബൈനറി ഒപ്പോസിഷൻ. മനുഷ്യർ യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നത് ദ ഐഡിയ ദാറ്റ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി, അതായത് മനുഷ്യൻ റിയാലിറ്റിയെ എന്താ? യാഥാർത്ഥ്യം. മനുഷ്യർ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നത് എന്തിലൂടെയൊക്കെയാണെന്നാ പറയുന്നത്? സച്ച് ആസ് ലൈഫ്, ജീവനിലൂടെ, ഡെത്ത്, മരണത്തിലൂടെ, ലൈറ്റ്, വെളിച്ചത്തിലൂടെ, ഡാർക്ക്, ഇരുട്ടിലൂടെ, നേച്ചർ, പ്രകൃതിയിലൂടെ, കൾച്ചർ, സംസ്കാരത്തിലൂടെ. അപ്പോ മനുഷ്യൻ റിയാലിറ്റിയെ മനസ്സിലാക്കുന്നത് ഏതിലൂടെയാണെന്നാ പറയുന്നത്? ലൈഫിലൂടെ, ഡെത്തിലൂടെ, ലൈറ്റിലൂടെ. ലൈഫ് പറഞ്ഞ ജീവിതം, ഡെത്ത് പറഞ്ഞ മരണം, ലൈറ്റ് പറഞ്ഞ വെളിച്ചം, ഡാർക്ക് പറഞ്ഞാൽ ഇരുട്ട്, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി, കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. ഇതിലൂടെയൊക്കെയാണ് മനുഷ്യൻ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് എന്നാണ് ആര് പ്രസ്താവിക്കുന്നത്? ലെവി സ്ട്രസ് വാദിക്കുന്നത്. അങ്ങനെ അദ്ദേഹം പറയാണ്, ദ റോൾ ഓഫ് ആന്ത്രോപോളജിസ്റ്റ് അക്കോർഡിംഗ് ടു ലെവി സ്ട്രസ് ഈസ് ടു അൺകവർ ദീസ് ഡീപ്പ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ലൈ ബിനീത്ത് ഒബ്സർവബിൾ സോഷ്യൽ പ്രാക്ടീസസ്. സംസ്കാരത്തിനു പുറമെ കാണുന്ന രൂപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഈ ആഴത്തിലുള്ള ഘടനകളെ കണ്ടെത്തുക എന്നതാണ് മനുഷ്യശാസ്ത്രജ്ഞന്റെ പ്രധാന ലക്ഷ്യമെന്ന് ലെവി സ്ട്രസ് പറഞ്ഞു. അപ്പൊ ഈ കാരണത്തിന്റെ ഒക്കെ ഒരു ഈ ലൈഫാണെങ്കിലും ഡെത്ത് ആണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ഡാർക്ക്, നേച്ചർ, കൾച്ചർ, ഇവയിലൊക്കെ കാണുന്ന ഇവയുടെയൊക്കെ രൂപങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആഴത്തിലുള്ള ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറുകളെ കണ്ടെത്തുക എന്നതാണ് മനുഷ്യശാസ്ത്രജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ആര് വാദിച്ചു? ലെവി സ്ട്രസ് വാദിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം ബൈനറി കൺസെപ്റ്റ് ആണ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ബൈനറി ഒപ്പോസിഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം അദ്ദേഹം ലെവി സ്ട്രസിന്റെ ആശയങ്ങൾ ഒരു ബൈനറി ഒപ്പോസിഷൻ ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആശയം എന്തൊക്കെയായിട്ടാണ് പറയണത്? അദ്ദേഹം പറയുന്നത് റിയാലിറ്റി മനസ്സിലാക്കുക എന്തിലൂടെയൊക്കെയാണ്? ലൈഫ്, ഡെത്ത്, ലൈറ്റ്, ഡാർക്ക്, നേച്ചറ്, കൾച്ചറ്. ഇതിലൂടെയൊക്കെയാണ് യാഥാർത്ഥ്യം, റിയാലിറ്റിയെ മനസ്സിലാക്കാൻ കഴിയുക. ഇനി മാത്രമല്ല, ഈ റിയാലിറ്റി, ഈ പറയുന്ന കാര്യങ്ങൾക്ക് പുറമെ ഇവയുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ സ്ട്രക്ചറിനെ കണ്ടെത്തുക എന്നതാണ് ശാസ്ത്രജ്ഞന്റെ പ്രത്യേക ലക്ഷ്യമെന്നും ആര് വാദിച്ചു? ലെവി സ്ട്രസ് വാദിച്ചു. അപ്പൊ ഇതൊക്കെയാണ് റിയാലിറ്റി. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഒരു ഘടന ഉണ്ട്, ഡീപ്പായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. അതിനെ കണ്ടെത്താനാണ് ആര് ശ്രമിക്കേണ്ടത്? ഒബ്സർവബിൾ. അതിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനാണ് യഥാർത്ഥത്തിലുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റ് മനുഷ്യ ശാസ്ത്രജ്ഞൻ ശ്രമിക്കേണ്ടത് എന്ന് ആര് വാദിച്ചു? ലെവി സ്ട്രസ് വാദിച്ചു. അങ്ങനെ ഓവറോൾ സ്ട്രക്ചറാലിസം സീക്ക് ടു അണ്ടർസ്റ്റാൻഡ് കൾച്ചർ ബൈ അനലൈസിംഗ് ദ ഹിഡൻ മെന്റൽ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഷേപ്പ് ഹ്യൂമൻ തോട്ട് ആൻഡ് സോഷ്യൽ ലൈഫ്. അങ്ങനെ ഘടനാവാദം മനുഷ്യ ചിന്തയെയും ഹ്യൂമൻ തോട്ടിനെയും സാമൂഹിക ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന മാനസിക ഘടനകളെ മനസ്സിലാക്കുന്ന ഒരു സമീപനമാണ്. അതുകൊണ്ട് പറയാണ് ഘടനാവാദം എന്ന് പറയുന്നത്, സ്ട്രക്ചറാലിസം എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ സ്ട്രക്ചേഴ്സ്, അതായത് മനുഷ്യരുടെ ചിന്തയെയും ജീവിതത്തെയും സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതത്തെയും രൂപപ്പെടുത്തുന്ന അദൃശ്യമായിട്ടുള്ള ഘടനകളെ മനസ്സിലാക്കുന്ന ഒരു സമീപനമാണ്. മനുഷ്യന്റെ ചിന്തയെയും സോഷ്യൽ ലൈഫിനെയും രൂപപ്പെടുത്തുന്ന അദൃശ്യമായിട്ടുള്ള ഒരു ഘടനയെയാണ് എന്ത് പറയുന്നത്? സ്ട്രക്ചറാലിസം എന്ന് പറയുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്ലൗഡ് ലെവി സ്ട്രസ് എന്തിനെ കുറിച്ച് പ്രസ്താവിക്കുന്നത്? സ്ട്രക്ചറാലിസത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഈ എഴുതിയിട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് തന്നെ ഞാൻ അതിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. മാത്രമല്ല എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് എഴുതിയെടുക്കുക. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക്, ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ്.
കൾച്ചറിനെ എങ്ങനെയാണ് ലെവി സ്ട്രസ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ അദ്ദേഹം എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? സ്ട്രക്ചറാലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. ലെവി സ്ട്രസിന്റെ സ്ട്രക്ചറാലിസമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൾച്ചറിനെ എങ്ങനെയാണ് ലെവി സ്ട്രസ് അണ്ടർസ്റ്റുഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ഇനി എടുക്കാനുള്ള ടോപ്പിക്ക്. അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ, നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഓഫ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ്. അതായത് കൾച്ചർ എന്ന ആശയത്തെ ലെവി സ്ട്രസ് എങ്ങനെയാണ് അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ഓഫ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ്. ലെവി സ്ട്രസ് കൾച്ചർ എന്ന കൺസെപ്റ്റിനെ എങ്ങനെയൊക്കെയാണ് അവിടെ അണ്ടർസ്റ്റുഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂ. അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ക്ലൗഡ്, ലെവി സ്ട്രസ് ആൻഡ് സ്ട്രക്ചറാലിസം ആയിരുന്നു. ലെവി സ്ട്രസിൻ്റെ കാഴ്ചപ്പാടിൽ സ്ട്രക്ചറാലിസത്തെ എങ്ങനെ വിശദീകരിച്ചു എന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കൾച്ചറിനെ എങ്ങനെയാണ്, കൾച്ചർ എന്ന ആ കൺസെപ്റ്റിനെ ലെവി സ്ട്രസ് എങ്ങനെയാണ് അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ശ്രദ്ധിക്കൂ. അതായത് ക്ലൗഡ് ലെവി സ്ട്രസ് viewed culture as a system of communication and exchange rather than merely a collection of customs or belief. അതായത് ഇവിടെ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? അതായത് ക്ലൗഡ് ലെവി സ്ട്രസ് viewed culture as a system of communication and exchange rather than merely a collection of custom or belief. ക്ലൗഡ് ലെവി സ്ട്രസ് സംസ്കാരത്തെ ആചാരങ്ങളും വിശ്വാസങ്ങളും മാത്രമായിട്ടല്ല, മറിച്ച് ആശയവിനിമയത്തിൻ്റെയും കൈമാറ്റത്തിൻ്റെയും ഒരു സംവിധാനമായാണ് കണ്ടത്. ക്ലൗഡ് ലെവി സ്ട്രസ് കൾച്ചറിനെ കണ്ടത് വെറും എന്തായിട്ട് മാത്രമല്ല, കസ്റ്റംസ് ആയിട്ടും ബിലീഫായിട്ടും മാത്രമല്ല, ആചാരങ്ങളും വിശ്വാസങ്ങളും മാത്രമായിട്ടല്ല ക്ലൗഡ് ലെവി സ്ട്രസ് കൾച്ചറിനെ കണ്ടത്. പിന്നെ എന്തായിട്ടാണ് കണ്ടത്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആശയവിനിമയങ്ങളുടെയും, എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താ? കൈമാറ്റത്തിൻ്റെയും. ആശയവിനിമയങ്ങളുടെയും കൈമാറ്റത്തിൻ്റെയും ഒരു കളക്ഷൻ ആയിട്ടാണ് ക്ലൗഡ് ലെവി സ്ട്രസ് എന്തിനെ കണ്ടത്? കൾച്ചറിനെ കണ്ടത്. ക്ലൗഡ് ലെവി സ്ട്രസ് viewed culture as a system of communication and exchange rather than merely a collection of custom or belief. അതായത് ആചാരങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ഒരു കളക്ഷൻ മാത്രമായിട്ടല്ല ക്ലൗഡ് ലെവി സ്ട്രസ് സംസ്കാരത്തെ, കൾച്ചറിനെ കണ്ടത്. പിന്നെ എന്തായിട്ടാണ് കണ്ടത്? കമ്മ്യൂണിക്കേഷൻ ആൻഡ് എക്സ്ചേഞ്ച്. കൈമാറ്റത്തിൻ്റെയും, അതേപോലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയത്തിൻ്റെയും, എക്സ്ചേഞ്ച് എന്ന കൈമാറ്റത്തിൻ്റെയും ഒരു രീതിയായിട്ടാണ് എന്തിനെ കണ്ടത്? കൾച്ചറിനെ കണ്ടത്. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇവിടെ വ്യക്തമാക്കുന്നത്? അക്കോർഡിംഗ് ടു ഹിം മിത്ത്, റിച്വൽസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസസ് ട്രാൻസ്മിറ്റ് മീനിങ്സ് ദാറ്റ് ഹോൾഡ് സൊസൈറ്റി ടുഗദർ. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഇവിടെ പറയുന്നത്? സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത് മിത്തുകളും ആചാരങ്ങളും അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ കൈമാറ്റപ്പെടുന്നു. അക്കോർഡിംഗ് ടു ഹിം, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് മിത്ത്, റിച്വൽസ് ആൻഡ് സോഷ്യൽ പ്രാക്ടീസ് ട്രാൻസ്മിറ്റ് മീനിങ് ദാറ്റ് ഹോൾഡ് സൊസൈറ്റി ടുഗദർ. അതായത് ക്ലൗഡ് ലെവി സ്ട്രസിന്റെ അഭിപ്രായത്തില് സമൂഹത്തെ ഒരുമിച്ച് നിർത്തുന്നത്, ഹോൾഡ് സൊസൈറ്റി ടുഗദർ. സൊസൈറ്റി ടുഗദർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിയെ ഒരുമിച്ച് നിർത്തുന്നത് എന്താണ്? അതായത് മിത്തുകളും ആചാരങ്ങളും അതേപോലെ തന്നെ സോഷ്യൽ പ്രാക്ടീസസ് എന്നിവ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് സൊസൈറ്റിയെ എന്ത് ചെയ്യപ്പെടുന്നത്? ഒരുമിച്ച് നിർത്തുന്നത്. അക്കോർഡിംഗ് ടു ഹിം മിത്ത്, റിച്വൽസ്, സോഷ്യൽ പ്രാക്ടീസ് ട്രാൻസ്മിറ്റ് മീനിങ്. മിത്തുകളും പുരാണങ്ങളും റിച്വൽസ് വിശ്വാസങ്ങളും സാമൂഹിക സോഷ്യൽ പ്രാക്ടീസുകളും
ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു സൊസൈറ്റി എന്ത് ചെയ്യപ്പെടുന്നത്, ഒരുമിച്ച് നിൽക്കുന്നത് എന്നാണ് ആര് അഭിപ്രായപ്പെട്ടത്, ക്ലൗഡ് ലെവി-സ്ട്രസ്. അതേപോലെ തന്നെ he argued that the structure of the human mind is reflected in cultural form and the structures operate through binary opposition. മനുഷ്യന്റെ മനസ്സിന്റെ ഘടന, അതായത് ഹ്യൂമൻ മൈൻഡ്, സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് പറഞ്ഞാൽ എന്താ, മനുഷ്യന്റെ മനസ്സിന്റെ ആ സ്ട്രക്ചർ. അപ്പൊ ഹി ആർഗ്യൂഡ് ദാറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, മനുഷ്യന്റെ മനസ്സിന്റെ ഘടന എങ്ങനെയാണെന്നാ പറയുന്നത്, സംസ്കാര രൂപങ്ങളിൽ പ്രതിഫലിക്കുന്നതായും പലതരത്തിലുള്ള കൾച്ചറിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതായും അതേപോലെ തന്നെ ഒരു ബൈനറി ഒപ്പോസിഷനിൽ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വാദിച്ചു. അപ്പൊ മനുഷ്യന്റെ അതായത് ഹി ആർഗ്യൂഡ് ദാറ്റ് സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്, മനുഷ്യന്റെ മാനസികമായിട്ടുള്ള ഹ്യൂമൻ മൈൻഡ് സ്ട്രക്ചറിലുള്ള ഘടനയിലുള്ള ഹ്യൂമൻ മൈൻഡ് എങ്ങനെ പ്രതിഫലിക്കുന്നുണ്ട് എന്നാ പറയണത് അദ്ദേഹം. ഈസ് റിഫ്ലക്റ്റഡ് ഇൻ കൾച്ചറൽ ഫോംസ് ആൻഡ് സ്ട്രക്ചർ ഓപ്പറേറ്റ് ത്രൂ ബൈനറി ഒപ്പോസിഷൻ. അതായത് മനുഷ്യന്റെ മനസ്സിന്റെ സ്ട്രക്ചർ സംസ്കാര രൂപങ്ങളിൽ പ്രതിഫലിക്കുന്നതായും അത് ബൈനറി ഒപ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായും അദ്ദേഹം വാദിച്ചു. അപ്പോ ഹ്യൂമൻ മൈൻഡിന്റെ സ്ട്രക്ചർ എന്തിലാണ് പ്രതിഫലിക്കുന്നത്, കൾച്ചറില്. ഹ്യൂമൻ സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്തിലാണ്, കൾച്ചറിലാണ്. സ്ട്രക്ചർ ഓഫ് ദ ഹ്യൂമൻ മൈൻഡ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ കൾച്ചറൽ ഫോംസ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഘടന എന്ന് പറയുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് കൾച്ചറിലാണ്. മാത്രല്ല പിന്നെ എന്തും കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്, അതായത് ഒരു ബൈനറി ഒപ്പോസിഷന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ആർഗ്യൂ ചെയ്തത്. അപ്പൊ ഇതാണ് ഈ ക്ലൗഡ് ലെവി-സ്ട്രസിന്റെ ആദ്യ ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് അദ്ദേഹം പറയാണ്, ലെവി-സ്ട്രസ് explain the origin of culture through the infect taboo, which marks the transition from nature to culture. അതേപോലെ തന്നെ ഇൻഫെക്റ്റ് ടാബോ, ഇൻഫെക്റ്റ് ടാബോ വഴിയാണ് ലെവി-സ്ട്രസ് സംസ്കാരത്തിന്റെ ഉത്ഭവം വിശദീകരിച്ചത്. ലെവി-സ്ട്രസ് എക്സ്പ്ലെയിൻ ദ ഒറിജിൻ ഓഫ് കൾച്ചർ. ഒറിജിൻ ഓഫ് കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, സംസ്കാരത്തിന്റെ ഒറിജിൻ, ഉത്ഭവം. സംസ്കാരത്തിന്റെ ഉത്ഭവം ലെവി-സ്ട്രസ് വിശദീകരിച്ചത് എന്തുപയോഗിച്ചിട്ടാണ്, ഇൻഫെക്റ്റ് ടാബോ, വിച്ച് മാർക്ക് ട്രാൻസിഷൻ ഫ്രം നാച്ചർ ടു കൾച്ചർ. ഇൻഫെക്റ്റ് ടാബോ വഴിയാണ് കൾച്ചറിന്റെ രൂപം അഥവാ കൾച്ചറിന്റെ ഉത്ഭവം ആര് വിശദീകരിച്ചത്, ലെവി-സ്ട്രസ് വിശദീകരിച്ചത്. കൂടാതെ പിന്നെന്താ അദ്ദേഹം പറയുന്നത്, ബൈ പ്രോഹിബിറ്റിംഗ് മാരേജ് വിത്തിൻ വൺ ഫോർ വൺ ഗ്രൂപ്പ്, സൊസൈറ്റി ആർ കമ്പൽഡ് ടു എക്സ്ചേഞ്ച് വുമൺ, ലീഡിങ് ടു മാരേജ് അലയൻസ് ആൻഡ് സോഷ്യൽ കോയിഷൻ. അപ്പോൾ അതായത് അദ്ദേഹം ലെവി-സ്ട്രസ് കൾച്ചറിന്റെ ഒറിജിൻ അതായത് കൾച്ചറിന്റെ ഉത്ഭവം വിശദീകരിച്ചത് ലെവി-സ്ട്രസ് എന്തിലൂടെയാണ്, ഇൻഫെക്റ്റ് ടാബോയിലൂടെയാണ്. മാത്രമല്ല സ്വന്തം കൂട്ടത്തിനുള്ളിലെ വിവാഹം നിരോധിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് മാറ്റം സംഭവിക്കുന്നു. അപ്പൊ അദ്ദേഹം കൾച്ചറിനെ എങ്ങനെയാണ് പറയുന്നത്, സ്വന്തം സംസ്കാരത്തിനുള്ളിലെ വിവാഹം പ്രോഹിബിറ്റ് ചെയ്യാൻ എന്താ, തടയുക. സ്വന്തം കൂട്ടത്തിനുള്ളിലെ വൺ ഫോർ വൺ ഗ്രൂപ്പ് എന്നാ പറയുന്നത്, സ്വന്തം കൂട്ടത്തിനുള്ളിലെ വിവാഹം പ്രോഹിബിറ്റ് ചെയ്യുന്നതിലൂടെ പ്രകൃതിയിൽ നിന്നും സംസ്കാരത്തിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, മാറ്റം സംഭവിക്കുന്നു. മാത്രല്ല അത് ഈ ഒരു മാറ്റം ഇതിന്റെ ഫലമായി സ്ത്രീകളുടെ കൈമാറ്റം നടക്കുകയും വിവാഹ സഖ്യങ്ങൾ രൂപപ്പെടുകയും സാമൂഹിക ഐക്യം ശക്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം പറയാണ് കൾച്ചറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് എന്തിലൂടെയാണ്, ഇൻഫെക്റ്റ് ടാബോയിലൂടെയാണ്. അങ്ങനെ ഇൻഫെക്റ്റ് ടാബോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻഫെക്റ്റ് ടാബോയിലൂടെ സംസ്കാരത്തെ എങ്ങനെ അദ്ദേഹം വിശദീകരിച്ചത്, ട്രാൻസിഷൻ ഫ്രം നാച്ചർ ടു കൾച്ചർ, അതായത് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ് കൾച്ചർ, ട്രാൻസിഷൻ ആണ് കൾച്ചർ. മാത്രമല്ല
പ്രകൃതിയിൽ നിന്നാണ് സംസ്കാരത്തിലേക്ക് എന്ത് സംഭവിക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് അദ്ദേഹം വ്യക്തമാക്കുകയാണ്, സ്വന്തം കൂട്ടത്തിനുള്ളിലെ വിവാഹം നിരോധിക്കുന്നതിലൂടെ ബൈ പ്രോഹിബിറ്റിംഗ് മാരേജ് വിത്ത് വൺസ് ഓർ വൺ ഗ്രൂപ്പ്, സ്വന്തം കൂട്ടത്തിനുള്ളിലെ വിവാഹം നിരോധിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നിന്ന് സംസ്കാരത്തിലേക്ക് എന്ത് സംഭവിക്കും, മാറ്റം സംഭവിക്കുന്നു. ബൈ പ്രോഹിബിറ്റിംഗ് മാരേജ് വിത്തിൻ വൺസ് ഓർ വൺ ഗ്രൂപ്പ്, സ്വന്തം കൂട്ടത്തിൽ നിന്ന് വിവാഹം നിരോധിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നിന്നും സംസ്കാരത്തിലേക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, മാറ്റം സംഭവിക്കുന്നു. ഇതിന്റെ ഫലമായി സ്ത്രീകളുടെ കൈമാറ്റം നടക്കുകയും വിവാഹ സഖ്യങ്ങൾ രൂപപ്പെടുകയും സാമൂഹിക ഐക്യം ശക്തിപ്പെടുകയും ചെയ്യുന്നു. സൊസൈറ്റി ആർ കമ്പൽഡ് എക്സ്ചേഞ്ച് വുമൺ ലീഡിംഗ് ടു മാരേജ് അലയൻസ് ആൻഡ് സോഷ്യൽ കോഹിഷൻ. അപ്പോൾ ലേവി സ്ട്രസ് പറയുകയാണ്, ഇൻഫെക്റ്റ് ടാബോയിലൂടെയാണ് അദ്ദേഹം കൾച്ചറിന്റെ ഉത്ഭവം വിശദീകരിക്കുന്നത്. മാത്രമല്ല അതേപോലെ തന്നെ പിന്നെന്താ അദ്ദേഹം പറയും, വിച്ച് മാർക്സ് ദ ട്രാൻസിഷൻ ഫ്രം നേച്ചർ ടു കൾച്ചർ, അതായത് നേച്ചറിൽ നിന്നുള്ള ഒരു ട്രാൻസിഷൻ ആണ് കൾച്ചർ എന്നാണ് ആര് വാദിക്കുന്നത്, ലേവി സ്ട്രസ് വാദിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് വ്യക്തമാക്കിയത്, അതായത് ഇവിടെ ബൈ പ്രോഹിബിറ്റിംഗ് മാരേജ് വിത്ത് വൺസ് ഓർ വൺ ഗ്രൂപ്പ്, അതായത് സ്വന്തം കൂട്ടത്തിനുള്ളിലെ വിവാഹം നിരോധിക്കുന്നതിലൂടെ പ്രകൃതിയിൽ നിന്നും സംസ്കാരത്തിലേക്ക് എന്ത് സംഭവിക്കും, മാറ്റം സംഭവിക്കും. അതിന്റെ ഫലമായിട്ട് അവിടെ ആരെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, കമ്പൽ ടു എക്സ്ചേഞ്ച് വുമൺ, സ്ത്രീകളെ കൈമാറ്റം ചെയ്യപ്പെടുകയും അത് എന്ത് രൂപം കൊള്ളാൻ കാരണമാകും, ലീഡിംഗ് ടു മാരേജ് അലയൻസ്, ഒരു വിവാഹ സഖ്യം ഉണ്ടാക്കുന്നതിനും അതേപോലെ തന്നെ സാമൂഹിക ഐക്യം സോഷ്യൽ കോഹിഷൻ, അതായത് സാമൂഹിക ഐക്യം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അതേപോലെ തന്നെ thus marriage become most basic form of exchange that create maintain social relationship between group. അതേപോലെ തന്നെ വിവാഹം സമൂഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രാഥമികമായ കൈമാറ്റമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മാരേജ് എന്ന് പറയുന്നത് സൊസൈറ്റിയെ തമ്മിൽ, സമൂഹങ്ങളെ തമ്മിൽ കൂട്ടിയിണക്കുന്ന അഥവാ ബന്ധിപ്പിക്കുന്ന ഒരു പ്രാഥമികമായിട്ടുള്ള കൈമാറ്റത്തെയാണ് അദ്ദേഹം എന്തായിട്ട് ഉദ്ദേശിച്ചത്, മാരേജ്. ദസ് മാരേജ് ബിക്കം മോസ്റ്റ് ബേസിക് ഫോം ഓഫ് എക്സ്ചേഞ്ച് ദാറ്റ് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രൂപ്പ്. അതായത് വിവാഹം സമൂഹങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രാഥമികമായ കൈമാറ്റ രൂപമാണെന്ന് അദ്ദേഹം വാദിച്ചു. പിന്നീട് എന്താണ് അദ്ദേഹം പറയണത്, he also extended this idea to totemism. അതേപോലെ തന്നെ അദ്ദേഹം ടോട്ടോമിസം എന്നൊരു തിയറി ഐഡിയ അദ്ദേഹം വികസിപ്പിച്ചു. he also extended this idea to totemism, arguing that it is not primarily religious or functional but classificatory. അദ്ദേഹം ഒരു ടോട്ടോമിസം എന്ന ആശയം വികസിപ്പിക്കുകയും ടോട്ടോമിസം മതപരമോ പ്രവർത്തനപരമോ ആയതിനേക്കാൾ വർഗീകരണമായിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് അദ്ദേഹം വാദിച്ചു. അദ്ദേഹം ടോട്ടോമിസം വികസിപ്പിക്കുകയും മാത്രമല്ല, ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത്, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്, ഒരു വർഗീകരണമായിട്ടാണ് അദ്ദേഹം എന്തിനെ കണക്കാക്കിയത്, ഈ ഒരു ടോട്ടോമിസത്തിലൂടെ ക്ലാസിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് അവിടെ വികസിപ്പിച്ചത്, ടോട്ടോമിസം. എന്നിട്ട് അദ്ദേഹം എന്താ പറയുന്നത്, ആർഗ്യൂയിങ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി റിലീജിയസ് ഓർ ഫങ്ഷണൽ. ടോട്ടോമിസം മതപരമോ പ്രവർത്തനപരമോ അല്ല, പിന്നെ എന്താണ്, അതൊരു വർഗീകരണമാണ്. ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പ്രൈമർലി റിലീജിയസ്, അതൊരു മതപരവും അല്ല ഫങ്ഷണലും അല്ല, പിന്നെ അതെന്താണ്, ബട്ട് ക്ലാസിഫിക്കേറ്ററി, അതൊരു വർഗീകരണമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ ടോട്ടോമസ് ഹെൽപ്പ് ഡിസ്റ്റിങ്ഷ് വൺ ഗ്രൂപ്പ് ഫ്രോം അനദർ ആൻഡ് മേക്ക് സോഷ്യൽ ഡിഫറൻസസ് തിങ്കബിൾ. ടോട്ടോമ ഒരു കൂട്ടത്തെ മറ്റിൽ നിന്നും വേർതിരിക്കാനും സാമൂഹിക വ്യത്യാസങ്ങൾ ചിന്തിക്കാനും സഹായിക്കും. അദ്ദേഹം പറയാണ്, ടോട്ടോമിസ്റ്റുകൾ, അത് ഞാൻ പറഞ്ഞു, ടോട്ടോമിസ് ഒരിക്കലും റിലീജിയസും അല്ല ഫങ്ഷണലും അല്ല, അതൊരു വർഗീകരണമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല ടോട്ടോമിസ് എന്തിനു സഹായിക്കുന്നുണ്ട്, ടോട്ടോമസ് ഹെൽപ്പ് ഡിസ്റ്റിങ്ഷ് വൺ ഗ്രൂപ്പ് ഫ്രം അനദർ ആൻഡ് മേക്ക് സോഷ്യൽ ഡിഫറൻസസ് തിങ്കബിൾ. അതായത്
ടോട്ടോമൻ ഒരു കൂട്ടത്തെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കാനും സാമൂഹിക വ്യത്യാസങ്ങൾ ചിന്തിക്കാനും സഹായിക്കുന്നു. ടോട്ടോമസ് ഹെൽപ്പ് ഡിസ്റ്റിങ്ഷ് വൺ ഗ്രൂപ്പ് ഫ്രം അനദർ. ടോട്ടോമസ് എന്തിനൊക്കെ സഹായിക്കുക? ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിനെ വേർതിരിക്കുന്നതിനും സോഷ്യൽ ഡിഫറൻസസ് സാമൂഹിക വ്യത്യാസങ്ങൾ ചിന്തിക്കുന്നതിനുമാണ് ഏത് സഹായിക്കുന്നത്? ടോട്ടോമസ് സഹായിക്കുന്നത്. ടോട്ടോമസ് ഒരു കൂട്ടത്തെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുക. ഡിസ്റ്റിങ്ഷ് വൺ ഗ്രൂപ്പ് ഫ്രം അനദർ, അതായത് ഒരു ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിനെ വേർതിരിക്കുന്നതിനും സോഷ്യൽ ഡിഫറൻസസ് തിങ്കബിൾ സാമൂഹികമായ വ്യത്യാസത്തെ ചിന്തിക്കുന്നതിനുമാണ് ടോട്ടോമസ് സഹായിക്കുന്നത്. അൺലൈക്ക് റാഡിക്ലിഫ് ബ്രൗൺ ഷോസ് ടോട്ടോമസ് ആർ സോഷ്യലി യൂസ്ഫുൾ ഒബ്ജക്റ്റ്. എന്നാൽ റാഡിക്ലിഫ് ബ്രൗണിന്റെ ടോട്ടോമസ് എന്ന തിയറി നല്ലതല്ല എന്നാണ് ആര് പ്രസ്താവിക്കുന്നത്? ഈ ഒരു ലെവി സ്ട്രെസ് വാദിക്കുന്നത്. അൺലൈക്ക് പറഞ്ഞാൽ ലൈക്ക് പറഞ്ഞാൽ നല്ലത്, അൺലൈക്ക് പറഞ്ഞാൽ എന്താ? അൺലൈക്ക് റാഡിക്ലിഫ് ബ്രൗൺ ഷോസ് ടോട്ടോമസ് ആർ സോഷ്യലി യൂസ്ഫുൾ ഒബ്ജക്റ്റ്. റാഡിക്ലിഫ് ബ്രൗണിന്റെ ടോട്ടോമസ് അത്ര യൂസ്ഫുൾ അല്ല എന്നാണ് ആര് വാദിച്ചത്? ലെവി സ്ട്രെസ് വാദിച്ചത്. ലെവി സ്ട്രെസിന്റെ ടോട്ടോമസിന്റെ പ്രത്യേകത എന്താ? ലെവി സ്ട്രെസിന്റെ ടോട്ടോമസിന്റെ പ്രത്യേകത പറഞ്ഞാൽ അതൊരിക്കലും ഒരു മതപരമല്ല, ഫങ്ഷണൽ അല്ല, അതൊരു ക്ലാസിഫിക്കേറ്ററി ആണ്. അത് എന്തിനാണ് സഹായിക്കുന്നത്? ഒരു ഗ്രൂപ്പിനെ മറ്റൊരു ഗ്രൂപ്പിൽ നിന്നും വേർതിരിക്കാനാണ് അത് സഹായിക്കുന്നത്. പിന്നെ സോഷ്യൽ ഡിഫറൻസിനാണ് അത് സാമൂഹിക വ്യത്യാസം ചിന്തിക്കാനാണ് അത് സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ റാഡിക്ലിഫ് ബ്രൗണിന്റെ ടോട്ടോമസ് യൂസ്ഫുൾ അല്ല എന്നാണ് ആര് വാദിച്ചത്? ലെവി സ്ട്രെസ് വാദിച്ചത്. പക്ഷെ അത് ഗുഡ് ടു ഈറ്റ്, അത് ഭക്ഷിക്കാൻ നല്ലതാണ്, ഒരിക്കലും അത് എന്തിനു നല്ലതല്ല? നമുക്ക് തിയറി ആയിട്ട് ഉപയോഗിക്കാൻ ഒരിക്കലും നല്ലതല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ലെവി സ്ട്രെസ് ക്ലൈംഡ് ദാറ്റ് ടോട്ടോമസ് ആർ ഗുഡ് ടു തിങ്ക് ആസ് ദേ ഹെൽപ്പ് ഓർഗനൈസ് സോഷ്യൽ കാറ്റഗറി. മാത്രല്ല ലെവി സ്ട്രെസ് ടോട്ടോമസിനെ ചിന്തിക്കാൻ നല്ലതാണ് എന്ന്. ലെവി സ്ട്രെസിന്റെ ടോട്ടോമസ് എപ്പോഴും എന്തിനു നല്ലതാന്നാ പറയുന്നത്? ഗുഡ് ടു തിങ്ക്, നല്ലത് ചിന്തിക്കാൻ മാത്രമാണ് ലെവി സ്ട്രെസിന്റെ ടോട്ടോമസ് ആവശ്യമായി വരുന്നത്. നല്ലത് ചിന്തിക്കാനുള്ള ഒരു പ്രോസസ്സാണ് ടോട്ടോമസ്. അല്ലാതെ റാഡിക്ലിഫ് ബ്രൗണിന്റെ ടോട്ടോമസ് ഒരിക്കലും നല്ലത് ചിന്തിക്കാൻ സാധിക്കില്ല. ലെവി സ്ട്രെസിന്റെ ടോട്ടോമസ് ആണ് എപ്പോഴും നല്ലത് ചിന്തിക്കാൻ, ഗുഡ് തിങ്കിങ് എന്നാ പറയണത്. നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ ആരുടെ ആശയമാണ് നല്ലത്? ലെവി സ്ട്രെസിന്റെ ആശയങ്ങളാണ് നല്ലത് എന്ന് ആരെന്നെ വാദിക്കുകയാണ്? ലെവി സ്ട്രെസ് ഇവിടെ ആർഗ്യൂ ചെയ്യാണ്. Overall, Levi-Strauss emphasized that diverse cultures share similar underlying mental structures, even if their outward practices appear very different. അങ്ങനെ ഇതിനെ ഒന്നിച്ച് പറയുകയാണെങ്കിൽ വ്യത്യസ്തമായി തോന്നുന്ന പല സംസ്കാരങ്ങൾക്കും എങ്ങനെയുണ്ട്? ശരിയായ രീതിയിൽ എന്തുണ്ടായിരിക്കുന്ന പറയുന്നത്? ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് വ്യത്യസ്തമായി തോന്നുന്ന ഏത് കൾച്ചറിനും ചെറിയ രീതിയിലൊക്കെ എന്തുണ്ടായിരിക്കും? സിമിലാരിറ്റി, സാമ്യത ഉണ്ടായിരിക്കും എന്ന് ആര് വാദിക്കുന്നു? ലെവി സ്ട്രെസ് വാദിക്കുന്നു. ഡിഫറൻ്റ് ആയി തോന്നുന്ന ഏത് കൾച്ചറും ഒരു ചെറിയ രീതിയിലൊക്കെ എല്ലാ സംസ്കാരവും പരസ്പരം സിമിലാരിറ്റിയാണ്, പരസ്പരം സാമ്യം ഉണ്ടായിരിക്കും എന്ന് ആര് വാദിക്കുന്നുണ്ട്? ലെവി സ്ട്രെസ് വാദിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലെവി സ്ട്രെസിന്റെ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രെസിന്റെ ഒരു പേജ് നമ്പർ 34 അദ്ദേഹം പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അദ്ദേഹം അതേപോലെ തന്നെ അടുത്ത പാരഗ്രാഫിലും കൂടി കുറച്ചും കൂടി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആസ്ട്രേലിയൻ അബ്രോജിനീസിനെ പറ്റിയിട്ട് അദ്ദേഹം അനലൈസ് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് കുട്ടികളെ, നമ്മൾ ലെവി സ്ട്രെസിൻ്റെ തിയറിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗമായി വരുന്ന ഒരു നെക്സ്റ്റ് പാരഗ്രാഫ്, അതായത് പേജ് നമ്പർ 35 വരുന്ന കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പേജ് 35 വരുന്നത്, അതായത് നമ്മൾ ലെവി സ്ട്രെസ് സൊസൈറ്റിയെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, സമൂഹം എത്രത്തോളം ഈ ഒരു
കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സമൂഹത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയെന്നൊക്കെ അദ്ദേഹം വിലയിരുത്തിയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലേ. ആചാരങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും മാത്രമല്ല അദ്ദേഹം ആ ഒരു തിയറിയിൽ അനലൈസ് ചെയ്തത്, അദ്ദേഹം ആശയവിനിമയത്തിൻ്റെ ഒരു കൈമാറ്റത്തിനും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇതിൽ പറയാനുള്ളത്, അതായത് ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ് എന്ന ടോപ്പിക്കിൽ, ആ നേരത്തെ എടുത്ത ആ ടോപ്പിക്കിൽ വരുന്ന അതേ സെയിം പാറ്റേൺസുകൾ തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ് എന്ന, അതായത് 34-ാം പേജിലുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്തു. ഇനി അതിൻ്റെ അടുത്ത പേജിലുള്ള കാര്യങ്ങളെയാണ് ടീച്ചർ ഇവിടെ ഒരു ചെറിയൊരു ടോപ്പിക്കായി കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എന്താണ് അദ്ദേഹം ഇതില് ലെവി സ്ട്രസ് ഓൺ ടോട്ടമിസം, കാസ്റ്റ് സിസ്റ്റം ആൻഡ് സ്ട്രക്ചറാലിസം. എന്താ മക്കളെ ടോട്ടമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ടോട്ടമിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെ ആരാധന നടത്തുക, വർഷിപ്പ് ചെയ്യുക. അതായത് ഗോത്രവർഗക്കാർക്കിടയിൽ അവർ എന്തെങ്കിലും ഒരു മൃഗത്തെയോ അതല്ലെങ്കിൽ ഒരു ദൈവികമായി ചിന്തിക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിനെയോ ഒക്കെ ആരാധന നടത്തുന്നതിനെയാണ് എന്ത് പറയുക? ടോട്ടമിസം എന്ന് പറയുക, ടോട്ടോ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കാസ്റ്റിസം, ജാതി വ്യവസ്ഥ, സ്ട്രക്ചറാലിസം, ഘടനാപരമായ വാദം. അപ്പൊ ഈ കാര്യങ്ങളെയൊക്കെ അദ്ദേഹം ഒരു കൾച്ചറൽ സിസ്റ്റത്തിലൂടെ അനലൈസ് ചെയ്യാണ്. അതുകൊണ്ടാണ് പേജ് നമ്പർ 35 വരുന്ന 3 പാരഗ്രാഫാണ് ആ പേജ് നമ്പർ 35 വരുന്നത്. അതിനെ ടീച്ചർ മറ്റൊരു ടോപ്പിക്ക് പോലെ എഴുതിയിട്ട്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ദ കൺസെപ്റ്റ് ഓഫ് കൾച്ചർ ആസ് അണ്ടർസ്റ്റുഡ് ബൈ ലെവി സ്ട്രസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗവും കൂടി നിങ്ങൾ കണക്ട് ചെയ്ത് എഴുതണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പേജ് നമ്പർ 34 വരുന്ന ആ മെയിൻ ടോപ്പിക്കിൽ വരുന്ന ഭാഗം തന്നെയാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങളും. അതിനെയാണ് ഞാൻ ഒരു ഷോർട്ട് ടേൺ പാറ്റേൺ ആയിട്ട് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ കുട്ടികളെ നോക്കൂ, എന്താണ് അദ്ദേഹം ഇവിടെ വിവരിക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം കൾച്ചറിനെ കുറിച്ച് എത്രത്തോളം വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ക്ലൗഡ് ലെവി സ്ട്രസ് എക്സ്പ്ലെയിൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ത്രൂ സ്ട്രക്ചറാലിസം, ഫോക്കസിംഗ് ഓൺ അണ്ടർലേയിങ് മെന്റൽ സ്ട്രക്ചേഴ്സ് റാദർ ദാൻ സർഫേസ് ലെവൽ കൾച്ചറൽ ഡിഫറൻസസ്. അതായത് അദ്ദേഹം ക്ലൗഡ് ലെവി സ്ട്രസ് സ്ട്രക്ചറാലിസം വഴി, ഘടനാവാദം വഴി സാമൂഹിക ഘടനയെ വിശദീകരിച്ചു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ക്ലൗഡ് ലെവി സ്ട്രസ് എക്സ്പ്ലെയിൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമൂഹിക ഘടന. അപ്പൊ ക്ലൗഡ് ലെവി സ്ട്രസ് സോഷ്യൽ ഓർഗനൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്തത് ഏതിലൂടെയാണ്? സ്ട്രക്ചറാലിസം ഫോക്കസ് ഓൺ അണ്ടർലൈയിങ് മെന്റൽ സ്ട്രക്ചേഴ്സ് റാദർ ദാൻ സർഫേസ് ലെവൽ കൾച്ചറൽ ഡിഫറൻസസ്. ക്ലൗഡ് ലെവി സ്ട്രസ് സ്ട്രക്ചറാലിസം വഴി സോഷ്യൽ ഓർഗനൈസേഷനെ വിശദീകരിക്കുകയും അതിനു പുറമെ സാംസ്കാരിക വ്യത്യാസങ്ങളെക്കാൾ അടിസ്ഥാന മാനസിക ഘടനകളാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധാകേന്ദ്രം. പക്ഷേ അദ്ദേഹം ഈ സ്ട്രക്ചറാലിസം വഴി സോഷ്യൽ ഓർഗനൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയും അതിനു പുറമെ അദ്ദേഹം എന്താണ് ചെയ്തത്? മെന്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മാനസിക ഘടനകൾക്ക് ശ്രദ്ധ കൊടുക്കുകയും ചെയ്തു. ഒരു മെന്റൽ സ്ട്രക്ചേഴ്സ് റാദർ ദാൻ സർഫേസ് ലെവൽ കൾച്ചറൽ ഡിഫറൻസസ്. അതായത് അദ്ദേഹം പറയുന്നത് സാംസ്കാരിക വ്യത്യാസങ്ങളെക്കാൾ മെന്റൽ സ്ട്രക്ചറാണ്. മെന്റൽ സ്ട്രക്ചറിന് അദ്ദേഹം എന്ത് ചെയ്തു? ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ക്ലൗഡ് ലെവി സ്ട്രസ് സ്ട്രക്ചറാലിസം വഴി സോഷ്യൽ ഓർഗനൈസേഷനെ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനു പുറമെ അദ്ദേഹം ഒരു കൾച്ചറൽ ഡിഫറൻസസിലൂടെ, അതായത് സാംസ്കാരിക വ്യത്യാസങ്ങളെക്കാൾ അടിസ്ഥാനം എന്തിനാണ് എന്നാ പറയുന്നത്? മെന്റൽ സ്ട്രക്ചേഴ്സ്. ഒരു സാംസ്കാരിക വ്യത്യാസത്തിനേക്കാൾ അടിസ്ഥാനം മെന്റൽ സ്ട്രക്ചർ, മാനസിക ഘടനയ്ക്കാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ക്ലൗഡ് ലെവി സ്ട്രസ് എക്സ്പ്ലെയിൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ ത്രൂ സ്ട്രക്ചറാലിസം,
സ്ട്രക്ചറാലിസം വഴി ക്ലൗഡ് ലെവി-സ്ട്രസ് സോഷ്യൽ ഓർഗനൈസേഷനെ വിവരിച്ചു. എക്സ്പ്ലെയിൻ ചെയ്തു പറഞ്ഞാൽ വിവരിച്ചു. അതിനുശേഷം അദ്ദേഹം പറയാണ് കൾച്ചറൽ ഡിഫറൻസസ്, അതായത് സാംസ്കാരിക വ്യത്യാസത്തിനെക്കാട്ടിലും എപ്പോഴും അടിസ്ഥാനം എന്തിനാണ് എന്നാ പറയുന്നത്? മെന്റൽ സ്ട്രക്ചേഴ്സ്, മാനസിക ഘടനയ്ക്കാണ് എന്ന് അദ്ദേഹം വാദിക്കുകയും ചെയ്തു. ആൻഡ് ദെൻ ഇൻ ഓസ്ട്രേലിയൻ അബോർജിനൽ സൊസൈറ്റി, അതേപോലെ തന്നെ അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ആദിവാസി സമൂഹത്തിന്റെ രീതികളിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പൊ അവിടെ ശ്രദ്ധിക്കൂ, ഇൻ ഓസ്ട്രേലിയൻ അബോർജിനൽ സൊസൈറ്റി കിൻഷിപ്പ്, ലീനേജ് ആർ ദ ബേസിക് സോഷ്യൽ യൂണിറ്റ്സ് റെഗുലേറ്റഡ് ബൈ ലീനേജ് എക്സോഗമി. അതായത് അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ ആദിവാസി സമൂഹത്തിന്റെ ബന്ധുത്വത്തെക്കുറിച്ചും കിൻഷിപ്പിനെ കുറിച്ചും അതേപോലെ തന്നെ പിന്നെ എന്തിനെ കുറിച്ചാണ് അവിടെ ലീനേജ് എന്ന് പറയുമ്പോൾ വംശരേഖകൾ അഥവാ വംശപരമ്പരകളെ കുറിച്ചും അദ്ദേഹം പ്രാഥമികമായിട്ടൊരു അവരുടെ വംശപരമ്പരയെ കുറിച്ച് അദ്ദേഹം ഒരു അനലൈസേഷൻ നടത്തി. ഇൻ ഓസ്ട്രേലിയൻ അബോർജിനൽ സൊസൈറ്റി കിൻഷിപ്പ് ആൻഡ് ലീനേജ്, ഓസ്ട്രേലിയൻ ഗോത്രവർഗ സമൂഹത്തിന്റെ കിൻഷിപ്പിനെ കുറിച്ചും രക്തബന്ധത്തെക്കുറിച്ചും വംശപരമ്പരകളെ കുറിച്ചും അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഒരു വിശകലനം നടത്തുകയും അങ്ങനെ അദ്ദേഹം അതിലൂടെ എന്താണ് മനസ്സിലാക്കിയത്? സോഷ്യൽ യൂണിറ്റ് റെഗുലേറ്റഡ് ബൈ ലീനേജ് എക്സോഗമി. അതായത് പ്രാഥമിക ഘടകങ്ങൾ എന്ന് പറയുന്നത് പൊതുവായ ഒരു പൂർവികനിൽ നിന്നാണ്. ഒരു പ്രൈമറി അദ്ദേഹം ഒരു ഓസ്ട്രേലിയൻ അബോർജിനൽ സൊസൈറ്റിയെ പഠനം നടത്തിയതിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത്? സോഷ്യൽ യൂണിറ്റ് റെഗുലേറ്റഡ് ബൈ ലീനേജ് എക്സോഗമി. അതായത് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ സാമൂഹിക ബന്ധങ്ങൾ ഏതിലൂടെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? ഒരു ലീനേജ് എക്സോഗമി. ലീനേജ് എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വംശപരമ്പരകളിൽ നിന്നാണ്. വംശരേഖ എക്സോഗമി എന്ന് പറയുമ്പോൾ ഇവിടെ സ്വന്തം വംശത്തിൽ നിന്നും വിവാഹം അനുവദീയമല്ല, അതാണ് എക്സോഗമി എന്ന് പറയുന്നത്. അപ്പൊ വംശപരമ്പരകള് സ്വന്തം വംശത്തിൽ നിന്ന് ഉടലെടുക്കുകയും എന്നാൽ വിവാഹം എന്ന് പറയുന്നത് ഏതിൽ കമ്പൽസറി അല്ല, പ്രോഹിബിറ്റഡ് അല്ല, തടയുകയും ചെയ്യുന്നു. അപ്പൊ സിൻസ് മെമ്പർഷിപ്പ് ഓഫ് എ ലീനേജ് ആർ ബിലീവ്ഡ് ടു ഷെയർ എ കോമൺ ആൻസെസ്റ്റർ, മാരേജ് വിത്ത് ദ ഗ്രൂപ്പ് ഈസ് പ്രോഹിബിറ്റഡ്. അപ്പൊ കുട്ടികളെ ക്ലൗഡ് ലെവി-സ്ട്രസ് സ്ട്രക്ചറാലിസം വഴി സോഷ്യൽ ഓർഗനൈസേഷനെ വിവരിക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അദ്ദേഹം പിന്നെന്താണ് ഒരു കൾച്ചറൽ ഡിഫറൻസസിനേക്കാൾ, അതായത് സാംസ്കാരിക വ്യത്യാസത്തേക്കാൾ മാനസിക ഘടനകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അതിനുശേഷം ഒരു ഓസ്ട്രേലിയൻ ആദിവാസി സമൂഹത്തിന്റെ കിൻഷിപ്പിനെ കുറിച്ചും ലീനേജിനെ കുറിച്ചും അദ്ദേഹം അനലൈസ് ചെയ്യുകയും അങ്ങനെ പൊതുവായ ഒരു പൂർവികനിൽ നിന്നാണ് എല്ലാവരും ഒരു കോമൺ അതായത് പൊതുവായിട്ടുള്ളൊരു പൂർവികരിൽ നിന്നാണ് എല്ലാവരും വന്നതെന്ന വിശ്വാസമുള്ളതിനാൽ ഒരു വംശരേഖ എക്സോഗമി നിലനിൽക്കുന്നു. നമ്മളെല്ലാം ഉണ്ടായത് ആരിൽ നിന്നാണ് എന്നാ പറയുന്നത്? നമ്മളുടെ പൂർവികരിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹം എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഒരു വംശരേഖ എക്സോഗമി, ലീനേജ് എക്സോഗമി. ലീനേജ് എക്സോഗമി എന്നാൽ എന്താണ്? ഒരു വംശരേഖ എക്സോഗമി നിലനിൽക്കുന്നു. അത് അദ്ദേഹം എവിടെ പഠനം നടത്തിയിട്ട്? ഓസ്ട്രേലിയൻ ഗോത്രവർഗക്കാരെ കുറിച്ച്, അവരുടെ രക്തബന്ധത്തെക്കുറിച്ചും ലീനേജിനെ വംശപരമ്പരയെ കുറിച്ചും അദ്ദേഹം പഠനം നടത്തിക്കൊണ്ട് പറയുകയാണ്. അതായത് പൊതുവായിട്ട് മനുഷ്യ പരമ്പര ഉണ്ടായത് ഒരു പൂർവികരിൽ നിന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ എല്ലാവരിലും എന്ത് നിലനിൽക്കുന്നു? ഒരു ലീനേജ് എക്സോഗമി നിലനിൽക്കുന്നു. അതുകൊണ്ട് ലീനേജ് എക്സോഗമി നിലനിൽക്കുക നമ്മുടെ വംശപരമ്പരയിലൊക്കെ ലീനേജ് എക്സോഗമി നിലനിൽക്കുക പറഞ്ഞാല് സ്വന്തം ഗ്രൂപ്പിൽ നിന്നും വിവാഹം കഴിക്കുന്നത് പ്രോഹിബിറ്റഡ് ആണ്, തടയപ്പെടുന്നു. രക്തബന്ധത്തിൽ നിന്നും വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണ് ഇവിടെ ലെവി-സ്ട്രസ് വാദിക്കുന്നത്.
കാരണം നമ്മളൊക്കെ ഓരോ വംശപരമ്പരകൾ വഴി ഉണ്ടായതാണ്. പക്ഷെ സ്വന്തം ഗ്രൂപ്പുകളിൽ അഥവാ രക്തബന്ധത്തിൽ നിന്നും വിവാഹിതരായി കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടും മെന്റലി ആയിട്ടും പല പ്രോബ്ലങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുകൊണ്ടാണ് ലെവി സ്ട്രസ് അദ്ദേഹം ഇവിടെ എന്ത് വാദിക്കാൻ കാരണം, അതെ, ഈ സ്വന്തം ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹത്തെ ആൻസർ മാരേജ് വിത്ത് ദ ഗ്രൂപ്പ് ഈസ് പ്രോഹിബിറ്റഡ്. അതായത് സ്വന്തം ഗ്രൂപ്പിൽ നിന്നുള്ള വിവാഹത്തെ അദ്ദേഹം എന്ത് ചെയ്യാൻ കാരണം, എതിർക്കാനുള്ള കാരണം. അതുകൊണ്ട് വംശപരമ്പരകൾ എന്തു ഫോളോ ചെയ്യണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ലീനേജ് എക്സോഗമി ഫോളോ ചെയ്യണം എന്നാണ് ആരിവിടെ വ്യക്തമാക്കി തരുന്നത്, ലെവി സ്ട്രസ് വ്യക്തമാക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കൂ. അതായത് ശ്രദ്ധിക്കുക, ടോട്ടംസ് ഡിറൈവ്ഡ് ഫ്രം നേച്ചർ, ആനിമൽ, ബേർഡ് ആൻഡ് നാച്ചുറൽ എലമെന്റ്. അതായത് ഇവിടെ അദ്ദേഹം വിലയിരുത്തുകയാണ് ടോട്ടമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം പറയുന്നത്. ടോട്ടംസ് ഡിറൈവ്ഡ് ഫ്രം നേച്ചർ, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി. അതായത് ഇവിടെ ടോട്ടംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടോട്ടംസ് ഡിറൈവ്ഡ് ഫ്രം നേച്ചർ, ഒരു വ്യത്യസ്ത കൂട്ടങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടോട്ടം ഡിറൈവ്ഡ് ഫ്രം നേച്ചർ. ടോട്ടംസിനെ ഡിറൈവ് ചെയ്യുന്നത് എന്തുമായിട്ടാണ്, നേച്ചർ, സ്വഭാവം അഥവാ പ്രകൃതി, നാച്ചുറൽ ആണ്, പ്രകൃതിയുമായിട്ടാണ് ടോട്ടംസിനെ ഡിറൈവ്ഡ് ചെയ്യുന്നത്. ഇനി പ്രകൃതി എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം, ആനിമൽസ് വരാം, മൃഗങ്ങൾ, ബേർഡ്സ്, പക്ഷികൾ, നാച്ചുറൽ എലമെന്റ്, പ്രകൃതി ഘടകങ്ങൾ. ഇതിനെയാണ് അദ്ദേഹം ഏതായിട്ട് ഡിറൈവ് ചെയ്യുന്നത്, ടോട്ടംസ്. അപ്പോ ക്ലൗഡ് ലെവി സ്ട്രസ് ടോട്ടംസിനെ ഡിറൈവ് ചെയ്യുന്നത് എന്തായിട്ടാണ്, നേച്ചറായിട്ട്, പ്രകൃതിയായിട്ട്. ഇനി പ്രകൃതി എന്ന് പറയുമ്പോൾ എന്തൊക്കെ, വെറും മനുഷ്യൻ മാത്രമാണോ പ്രകൃതിയിൽ? അല്ല, ആനിമൽസ്, ബേർഡ്സ്, നാച്ചുറൽ എലമെന്റ്സ്, മൃഗങ്ങളും പക്ഷികളും നാച്ചുറൽ എലമെന്റ്സ് പറഞ്ഞാൽ എന്താ, പ്രകൃതി ഘടകങ്ങൾ. അപ്പൊ പ്രകൃതി ഘടകങ്ങളും ആനിമൽസും ബേർഡ്സും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സൊസൈറ്റിയാണ് ടോട്ടംസ് എന്നാണ് ആര് പ്രസ്താവിച്ചത്, ക്ലൗഡ് ലെവി സ്ട്രസ്. ഇനി ക്ലൗഡ് ലെവി സ്ട്രസ് ഈ ഒരു ടോട്ടംസും കാസ്റ്റ് സിസ്റ്റം എത്രത്തോളം റിലേറ്റഡ് ആണ് എന്ന് പറയാണ്. Are used to distinguish group and express contrast even though people are naturally similar. അതേപോലെ തന്നെ മനുഷ്യർ എപ്പോഴും സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ആർ യൂസ്ഡ് ടു ഡിസ്റ്റിങ്ഷ് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്രസ് കോൺട്രാസ്റ്റ് ഈവൻ ദോ പീപ്പിൾ ആർ നാച്ചുറലി സിമിലർ. മനുഷ്യർ സ്വാഭാവികമായും ഒരേപോലെ നമുക്ക് തോന്നുമെങ്കിലും എന്ത് നിലനിൽക്കുന്നുണ്ട് എന്നാ പറയുന്നത്, ചില വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യർ പരസ്പരം സിമിലർ ആയി, നാച്ചുറലി സിമിലർ. മനുഷ്യർ പലപ്പോഴും സിമിലർ ആണ്, ഒരുപോലെയാണെങ്കിലും പലപ്പോഴും അവരിൽ എന്തും നിലനിൽക്കുന്നുണ്ട്, വ്യത്യാസവും. ഡിസ്റ്റിങ്ഷ് ഗ്രൂപ്പ്, വ്യത്യസ്ത ഗ്രൂപ്പുകളും ഉണ്ട്. അപ്പോ മനുഷ്യർ സ്വാഭാവികമായും ഒരേപോലെ തോന്നുമെങ്കിലും പ്രകൃതി വ്യത്യാസങ്ങളിലൂടെ സാമൂഹിക വിരുദ്ധത സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വുമൺസ് ആർ കൺസിഡേർഡ് നാച്ചുറലി ഇക്വാലന്റ് ആൻഡ് ആർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഗ്രൂപ്പ്സ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ബോണ്ട്. സ്ത്രീകളെ സ്വാഭാവികമായി സമന്മാരായി കണക്കാക്കുന്നതിനാൽ സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്താൻ ഇവർ കൂട്ടങ്ങൾക്കിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നു. സ്ത്രീകളെ ഏകദേശം സിമിലറായി തോന്നുന്നത് കൊണ്ടാണ് സ്ത്രീകളെ സാമൂഹിക ഗ്രൂപ്പുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ കാരണം, എക്സ്ചേഞ്ച്ഡ്. സ്ത്രീകളുടെ ക്യാരക്ടർ സിമിലർ ആണ് എന്നാണ് ഇവിടെ പ്രസ്താവിക്കുന്നത്. വുമൺസ് ആർ കൺസിഡേർഡ് നാച്ചുറലി ഇക്വാലന്റ്. ഇക്വാലന്റ് പറഞ്ഞാൽ എന്താ, തുല്യമാണ്, ഒരുപോലെയാണ്. വുമൺസ് ആർ കൺസിഡേർഡ് നാച്ചുറലി ഇക്വാലന്റ്. സ്ത്രീകളെ കൺസിഡേർഡ് ചെയ്യുന്നത്, പരിഗണിക്കുന്നത് എങ്ങനെയാണ്, ഈക്വാലന്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് അവരെ എന്ത് ചെയ്യപ്പെടാനുള്ള കാരണം, എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഗ്രൂപ്പ് ടു മെയിൻറ്റെയിൻ സോഷ്യൽ ബോണ്ട്. ഒരു സാമൂഹിക ബോണ്ടിന്റെ അടിസ്ഥാനത്തിൽ അവരെ എന്ത് ചെയ്യപ്പെടാനുള്ള കാരണം, കൈമാറ്റം ചെയ്യപ്പെടുക കാരണം വിവാഹം കഴിച്ച് അയക്കാനുള്ള കാരണം. ഇനി അദ്ദേഹം ജാതി വ്യവസ്ഥയിലേക്കാണ് ഇവിടെ പോകുന്നത്.
അപ്പോൾ ക്ലൗഡ് ലെവി സ്ട്രെസ്സിൻ്റെ തിയറി നോക്കൂ. ഇൻ കാസ്റ്റ് സൊസൈറ്റി ഡിഫറൻസ് ആർ നോട്ട് ഡ്രോവൺ ഫ്രം നേച്ചർ ബട്ട് ഫ്രം കൾച്ചർ. കാസ്റ്റ് ആർ എൻഡോഗാമസ് ആൻഡ് ലിങ്ക്ഡ് ത്രൂ എ കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ. ഇൻ കാസ്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു ജാതി സമൂഹത്തിൽ, ഒരു ജാതി വ്യവസ്ഥയിൽ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്നല്ല. ഇൻ കാസ്റ്റ് സൊസൈറ്റി ഡിഫറൻസ് ആർ നോട്ട് ഡ്രോവൺ ഫ്രം നേച്ചർ ബട്ട് ഫ്രം കൾച്ചർ. ഒരിക്കലും ജാതി വ്യവസ്ഥയിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് എന്തിൽ നിന്നല്ല? പ്രകൃതിയിൽ നിന്നല്ല. അപ്പോൾ ജാതി വ്യവസ്ഥയിൽ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് ഒരിക്കലും അതൊരു പ്രകൃതിപരമായിട്ടല്ല, മനുഷ്യൻ ഉണ്ടാക്കിയതാണ്. ഒരു കാസ്റ്റ് സമൂഹത്തിൽ, ഒരു ജാതി സമൂഹത്തിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്, വ്യത്യാസം ഉണ്ടാകുന്നത് ഒരിക്കലും എങ്ങനെയല്ല? നാച്ചുറൽ അല്ല, പ്രകൃതിയിൽ നിന്നല്ല. അതെങ്ങനെ ഉണ്ടായതാണ്? കൾച്ചറിൽ നിന്നുണ്ടായതാണ്, സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. ജാതി വ്യവസ്ഥയിൽ വ്യത്യാസങ്ങൾ ഒരിക്കലും പ്രകൃതിയിൽ നിന്നല്ല, പിന്നെ എന്തിൽ നിന്നുണ്ടായതാണ്? കൾച്ചർ, സംസ്കാരത്തിൽ നിന്നുണ്ടായതാണ്. കാസ്റ്റ് ആർ എൻഡോഗാമസ് ആൻഡ് ലിങ്ക്ഡ് ത്രൂ എ കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ. അതുകൊണ്ട് തന്നെ ജാതികൾ എപ്പോഴും എന്താണ് എന്നാ പറയുന്നത്? എൻഡോഗാമസ് ആയതിനാൽ സ്വന്തം ജാതിക്കുള്ളിൽ തന്നെ വിവാഹം നടക്കുന്നു. കാസ്റ്റ് ആർ എൻഡോഗാമസ് ആൻഡ് ലിങ്ക്ഡ് ത്രൂ എ കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ. കാസ്റ്റ് എന്ന് പറയുന്നത് എൻഡോഗാമസ് ആയതുകൊണ്ട്, ജാതിക്കുള്ളിൽ തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ മാത്രമല്ല അവിടെ തൊഴിലാളികളെ വർഗീകരണവും നടത്തുന്നുണ്ട് കേട്ടോ. കൾച്ചറൽ ഡിസ്റ്റൻസ് ജസ്റ്റിഫൈ സെപ്പറേഷൻ ആൻഡ് സോഷ്യൽ ഹയറാർക്കി വൈൽ എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ഗുഡ്സ് ആൻഡ് സർവീസ് റാദർ ദാൻ വുമൺ. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ജാതികൾ എൻഡോഗാമസ് ആയതിനാൽ സ്വന്തം ജാതിക്കുള്ളിൽ തന്നെ വിവാഹം നടക്കുന്നു, മാത്രമല്ല കർശനമായ തൊഴിൽ വിഭജനമാണ് ജാതികളെ ബന്ധിപ്പിക്കുന്നത്. ഡിവിഷൻ ഓഫ് ലേബർ ആണ് ജാതികളെ പരസ്പരം എന്ത് ചെയ്യുന്നത്? ലിങ്ക്ഡ് ആക്കുന്നത്, പരസ്പരം ബന്ധിപ്പിക്കുന്നത്. കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ, എൻഡോഗാമസ് ആൻഡ് ലിങ്ക്ഡ് ത്രൂ എ കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ജാതികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് എന്താണ്? തൊഴിൽ വിഭജനമാണ്. ഇവിടെ കൈമാറ്റം സ്ത്രീകൾക്ക് പകരം വസ്തുക്കളെയും സേവനങ്ങളുടെയും രൂപത്തിലാണ്. കൾച്ചർ ഡിസ്റ്റിങ്ഷൻ ജസ്റ്റിഫൈ സെപ്പറേഷൻ എ സോഷ്യൽ ഹയറാർക്കി വൈൽ എക്സ്ചേഞ്ച് ഒക്കേഴ്സ് ത്രൂ ഗുഡ്സ് ആൻഡ് സർവീസ് റാദർ ദാൻ വുമൺ. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് പകരം എന്തും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്? സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ജാതി വ്യവസ്ഥയെ കുറിച്ച് എന്താണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുന്നത്? ജാതി വ്യവസ്ഥയിലെ വ്യത്യാസങ്ങൾ പ്രകൃതിയിൽ നിന്നല്ല, സംസ്കാരത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. ജാതികള് എൻഡോഗാമസ് ആയതുകൊണ്ട് തന്നെ അവർ എവിടെ നിന്ന് തന്നെ വിവാഹം ചെയ്യുന്നു? സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കപ്പെടുന്നു. മാത്രമല്ല കർശനമായ ഒരു തൊഴിൽ വിഭജനം, ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഇവിടെ നടക്കപ്പെടുന്നത്. അത് അപ്പൊ ജാതികളെ ബന്ധിക്കുന്നത് എന്താണ് എന്നാ പറയുന്നത്? കൾച്ചറൽ ഡിവിഷൻ ഓഫ് ലേബർ ആണ്. മാത്രമല്ല ഇവിടെ കൈമാറ്റം സ്ത്രീകളുടെ പകരം വസ്തുക്കളുടെയും സേവനങ്ങളുടെയും രൂപത്തിലാണ്. അതുകൊണ്ട് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രൂപത്തിലാണ്. അടുത്തതായിട്ട് എന്താണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്? ലെവി-സ്ട്രസ് argued that totemism and the caste system serve same purpose. ലെവി-സ്ട്രസിന്റെ അഭിപ്രായത്തിൽ ടോട്ടോമിസവും ജാതി വ്യവസ്ഥയ്ക്കും ഒരേ പർപ്പസ് ആണ്. സെയിം പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരേ ലക്ഷ്യമാണ്. ലെവി-സ്ട്രസ് argued that totemism and caste system serve the same purpose. ലെവി-സ്ട്രസിന്റെ വീക്ഷണത്തിൽ അല്ലെങ്കിൽ ലെവി-സ്ട്രസ് ആർഗ്യൂ ചെയ്യുന്നു ടോട്ടോമിസം എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും നമ്മൾ ആരാധിക്കുക, അത് പ്രകൃതിയെ ആരാധിക്കുന്നതിനെയാണ് ടോട്ടോമിസം എന്ന് പറയുക. അപ്പൊ ആ ടോട്ടോമിസത്തിനും കാസ്റ്റ് സിസ്റ്റത്തിനും എപ്പോഴും എങ്ങനത്തെ ലക്ഷ്യമാണ് എന്നാ പറയുന്നത്? സെയിം പർപ്പസ്, ഒരേ ലക്ഷ്യമാണ് നിലനിൽക്കുന്നത്. ടോട്ടോമിസത്തിനും അതേപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റത്തിനും സെയിം പർപ്പസ് ആണുള്ളത്. ക്രിയേറ്റിംഗ് ഡിഫറൻസ് ആൻഡ് കോൺട്രാക്ട് ടു എനേബിൾ എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയ്ക്കും ഒരേ ലക്ഷ്യമാണുള്ളത്. ക്രിയേറ്റിംഗ് ഡിഫറൻസ് ആൻഡ് കോൺട്രാക്ട് എനേബിൾ എക്സ്ചേഞ്ച് ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. കൾച്ചർ ദെർഫോർ ഫങ്ഷൻ ആസ് എ കോഡിംഗ് സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു
ലെവി സ്ട്രസ്സിന്റെ അഭിപ്രായത്തിൽ ടോട്ടോമിസത്തിനും കാസ്റ്റ് സിസ്റ്റത്തിനും ഒരേ പർപ്പസ് ആണുള്ളത്. അതേപോലെ ജാതി വ്യവസ്ഥയ്ക്കും ഒരേ ലക്ഷ്യമാണ്. എന്നാൽ കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങളും വിരുദ്ധതകളും സൃഷ്ടിച്ച് കൈമാറ്റവും സാമൂഹിക ക്രമവും സാധ്യമാക്കുക. എന്നാല് ഗ്രൂപ്പുകൾക്കിടയിൽ എന്ത് സൃഷ്ടിക്കാനാണ്? വ്യത്യാസങ്ങളും അതേപോലെ തന്നെ ഗ്രൂപ്പുകൾക്കിടയിൽ ഡിഫറൻസും അതേപോലെ കോൺട്രാക്റ്റുകളും സൃഷ്ടിച്ച് എന്ത് സാധ്യമാക്കുക? കൈമാറ്റവും സാമൂഹിക ക്രമവും സാധ്യമാക്കുക. ഇതേപോലെ ലെവി സ്ട്രസ്സിന്റെ അഭിപ്രായത്തിൽ ടോട്ടോമിസവും കാസ്റ്റ് സിസ്റ്റവും ഒരേ സെയിം പർപ്പസ് തന്നെയാണ്. മാത്രമല്ല ജാതി വ്യവസ്ഥയ്ക്ക് ഒരേ ലക്ഷ്യമാണ് ഉള്ളതെങ്കിൽ പോലും കൂട്ടങ്ങൾക്കിടയിലെ വ്യത്യാസങ്ങളും അതേപോലെ കോൺട്രാക്റ്റുകളും സൃഷ്ടിച്ച് കൈമാറ്റവും സാമൂഹിക ക്രമവും സാധ്യമാക്കുക. ആൻഡ് ദെൻ പിന്നെന്താ അവിടെ പറയുന്നത്? ഈ അപ്രോച്ച് എംഫസൈസ്ഡ് യൂണിവേഴ്സൽ സ്ട്രക്ചേഴ്സ് കോമൺ ടു ഓൾ കൾച്ചേഴ്സ് സംടൈം അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇഗ്നോറിംഗ് യുണിക് കൾച്ചറൽ ഡീറ്റെയിൽസ്. അതിനാൽ സംസ്കാരം സ്വാഭാവികമായി ഇല്ലാത്ത വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കോഡിംഗ് സംവിധാനമാണ്. സംസ്കാരം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? സ്വാഭാവിക ഇല്ലാത്ത വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്കാരങ്ങളിലും ഒരുപോലെയുള്ള ഘടനകൾ നിലനിൽക്കുന്നു എന്നാണ് ഈ ഒരു സമീപനത്തിന്റെ പ്രധാന വാദം. സംടൈം കോസ്റ്റ് ഓഫ് ഇഗ്നോറിംഗ് യുണിക് കൾച്ചറൽ ഡീറ്റെയിൽസ്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ഇഗ്നോറിംഗ് യുണിക് കൾച്ചർ ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഒരുപോലെയുള്ള ഘടനകൾ നിലനിൽക്കുന്നു എന്നതാണ് ഈ സമീപനത്തിന്റെ പ്രധാന വാദം. അപ്പോൾ ലെവി സ്ട്രസ്സിന്റെ അഭിപ്രായത്തിൽ ടോട്ടോമിസവും കാസ്റ്റ് സിസ്റ്റവും ഒരേ ലക്ഷ്യത്തിൽ നിലനിൽക്കുന്ന ഘടകങ്ങളാണ്. മാത്രമല്ല കൂട്ടങ്ങൾക്കിടയിൽ വ്യത്യാസങ്ങളും വിരുദ്ധതകളും സൃഷ്ടിച്ച് കൈമാറ്റം സാമൂഹിക ക്രമവും സാധ്യമാക്കുക എന്നതാണ്. അതിനാൽ സംസ്കാരം സ്വാഭാവികമായി ഇല്ലാത്ത വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കോഡിംഗ് സംവിധാനമാണ്. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായി ഇല്ലാത്ത ഒരു വ്യത്യാസം സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ സംസ്കാരങ്ങളിലും ഒരുപോലെയുള്ള ഘടനകൾ നിലനിൽക്കുന്നു എന്നാണ് ആരുടെ വാദം? ലെവി സ്ട്രസ്സിന്റെ പ്രധാന വാദം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹം ഈ ഒരു തിയറിയിലൂടെ മനസ്സിലാക്കി തരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്ത്. അതായത് സ്ട്രക്ചറൽ അനാലിസിസ് ഓഫ് മിത്തിലൂടെ സ്ട്രക്ചറിനെ എങ്ങനെ വിശദീകരിക്കാം എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ.